ശ്രീ ജേക്കബ് ജോർജ്, ഈ CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു മുന്നണിക്കകത്ത് ഏകോദര സഹോദരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കവും അവർ തമ്മിലുള്ള ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് 1967 EMS സർക്കാരിൻ്റെ കാലത്ത് TV തോമസും EMS-ഉം തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ തൊട്ട് നീണ്ടു കിടക്കുന്ന ഒരു വലിയ അധ്യായമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ കാര്യമായിട്ട് നമുക്കിതിനെ കാണാം. പക്ഷേ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കീഴ്വഴക്കം. ഇന്ന് ശ്രീ PP സുനീർ ചോദിച്ചതുപോലെ ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇരുമ്പുലയ്ക്കൊന്നുമല്ലല്ലോ. ഭരണഘടന വരെ മാറുന്ന കാലത്ത് എന്തിനാണ് ഈ കീഴ്വഴക്കം? ഒന്നാമത്തെ ചോദ്യം. 2, ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഏകപക്ഷീയമായി ഇന്നലെ പിണറായി വിജയൻ പറയുകയാണ് അത് അടഞ്ഞ അധ്യായമാണ്. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഞാൻ ആ ടേം വീണ്ടും വീണ്ടും പറയുകയാണ്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ അവരുടെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം ചർച്ച ചെയ്യേണ്ടത് മുന്നണിയിലാണ്. ആ മുന്നണി യോഗം കൂടുന്നില്ല, പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നില്ല. അങ്ങ് എത്രയോ വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇങ്ങനെയൊരു പ്രതിസന്ധി ഈ പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, പാർട്ടികൾ തമ്മിലുള്ളത് അടക്കം അങ്ങനെ അങ്ങയുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടോ? ആശയ പ്രശ്നത്തിനപ്പുറത്ത് അല്ല, ഇതൊരു ആശയ പ്രശ്നമല്ല. ശ്രീജിത്തിനെ ചൂണ്ടിക്കെട്ടിയതുപോലെ അതൊരു കീഴ്വഴക്കമല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അതിനെ യോജിക്കുകയോ അതൊന്നും അല്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇതുവരെയും കേരള നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിട്ടില്ല ശ്രീജ. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളെ കണ്ടിരിക്കുന്നു. ആദ്യത്തെ സാക്ഷാൽ PT ചാക്കോ, കോൺഗ്രസ് നേതാവ്, EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ PT ചാക്കോ എന്ന പ്രഗത്ഭനായ, കരുത്തനായ, ശക്തനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. കോൺഗ്രസ്സിൽ ആരും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല ഒരു ഉപനേതാവായിട്ട്. അങ്ങനെ അന്നു മുതൽ ഇങ്ങോട്ടുള്ള ഒരു കീഴ്വഴക്കം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, 34 അംഗ പ്രതിപക്ഷ കക്ഷിയിൽ സ്വാഭാവികമായിട്ടും മുമ്പൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്, ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷ നേതാവ്. പിന്നെ ഉള്ളത് UDF-നകത്താണ് പഴയ നമ്മുടെ ബേബി ജോൺ, അങ്ങനെയുള്ള കുറേ നേതാക്കൾ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കും. അതിനകത്തൊരു ഓർഡറുണ്ട്. പക്ഷേ അതൊരു അംഗീകൃതമായ 1, 2, 3, 4 എന്നുള്ള ഇത് വെച്ചിട്ടല്ല എന്നും കൂടി ഓർക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ? ഭരണപക്ഷത്തെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് വെച്ചാൽ സ്പീക്കറെ നിയമസഭയിൽ സഭാ നടപടികളിൽ സഹായിക്കുന്ന ആളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ അത് തിരഞ്ഞെടുക്കപ്പെടുന്ന പദവിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് അംഗീകൃതമായ ഒരു പദവിയുണ്ട്, കാറുണ്ട്, നിയമസഭാ കോമ്പൗണ്ടിൽ തന്നെ അതിനുള്ളിൽ തന്നെ താമസിക്കാൻ വസതിയുമുണ്ട്, ഔദ്യോഗിക വസതിയുമുണ്ട്. ഇതെല്ലാം കൂടി ഒരു ആർഭാടത്തോടു കൂടിയുള്ള ഒരു സ്ഥാനമാണ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഉപനേതാവ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. സാധാരണഗതിക്ക് CPI, CPM 2 കേരള രാഷ്ട്രീയത്തിലെ 2 വലിയ കക്ഷികളാണ്. ഇവർ തമ്മിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം വേണമായിരുന്നു ഇതുപോലെയുള്ള ഇതൊരു എടുത്തിയാട്ടമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതതിനു മുമ്പ് ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നന്നാകുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ CPI നേതാക്കൾ എന്തെങ്കിലും കാരണമൊക്കെ കാണുമായിരിക്കും. CPIക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷാജഹാൻ പറഞ്ഞുവല്ലോ, അദ്ദേഹം നിർത്തിവെച്ചു പല കാര്യങ്ങളും. അതൊക്കെ നമ്മൾ അംഗീകരിക്കാം. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് വരുമ്പോൾ വലിയേട്ടൻ എന്ന് വിശേഷിക്കപ്പെടുന്ന CPM-നടുത്ത് ഇതുപോലെയുള്ള കളികൾ നടക്കത്തില്ല എന്നാണ് നമ്മൾ കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ തോന്നുക. അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ഇതൊരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ കൊണ്ട് ആ നിലവിൽ വരെ കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, ഈ കീഴ്വഴക്കം എന്നൊക്കെ പറയുമ്പോൾ ഇത് നൂറ്റാണ്ടുകൾ നീളുന്ന കീഴ്വഴക്കമൊന്നും അല്ലല്ലോ. നമുക്കറിയാം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായ കാലത്താണ് ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി പോലും വരുന്നത്. അത് എത്ര വർഷം മുൻപാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അന്ന് അവിടെ വലിയ ശക്തിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി. ഇപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ ദുർബലപ്പെട്ടു പോയില്ലേ CPM? ദുർബലമായ അവസ്ഥയാണ്.
അവിടെ ദുർബലമായ അവസ്ഥയിൽ CPI മോശം പ്രകടനമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ മുന്നണിയെ വെച്ച് നോക്കുമ്പോൾ അവർ അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച് വന്നിട്ടുണ്ട്. അവിടെ അവരങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ കീഴ്വഴക്കം എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്? ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ഗരിമയും ഇല്ലാത്ത, പ്രത്യേകിച്ച് യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ഒരു പദവിയാണ്. എങ്കിൽ പിന്നെ അതങ്ങ് കൊടുത്തൂടെ? അല്ല, അത് ശരിയാണ്. ആ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായൊരു ന്യായമുണ്ട്. കാരണം CPI താരതമ്യേനെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. CPM അല്പം ആ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ. അതൊരു ശരിയായ കാര്യമാണ്. ആ കാര്യം അംഗീകരിച്ചതുകൊണ്ട് മുമ്പില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, വെറും ഒരു കസേരയല്ലേ ഉള്ളൂ? നിയമസഭയ്ക്ക് അകത്തിരിക്കാനും മാത്രമുള്ള ഒരു കസേരയല്ലേ ഉള്ളൂ? വേറെ ഒന്നുമില്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഒരു മുറി വേണമെങ്കിൽ നിയമസഭയിൽ കിട്ടുമായിരുന്നു. അത് തൊട്ടടുത്ത ഒരു നല്ല മുറി കിട്ടുമായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. മുറി ഇല്ല ഇപ്പൊ നിയമസഭയിൽ ഇല്ല. നേതാക്കന്മാർ ഒത്തിരി ആയിപ്പോയി. അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. ഇപ്പം കീഴ്വഴക്കം ലംഘിക്കത്തക്കവണ്ണം ഗൗരവമേറിയ ഒരു സംഭവമല്ല ഇത് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് CPI ഒത്തിരി നല്ല നേതാക്കന്മാർ സുഹൃത്തുക്കളായിട്ടുണ്ട് കേട്ടോ, ആരും ദേഷ്യപ്പെടുത്തരുതേ. പക്ഷേ അതിനുള്ള ന്യായീകരണം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതുണ്ടാകുമായിരുന്നു. നിങ്ങൾ തമ്മിൽ CPM-ഉം CPI-യും ഒരു മുന്നണി നിൽക്കുന്നവരല്ലേ, ഒരു ഭരണപക്ഷത്ത് ഒന്നിച്ച് മന്ത്രിമാരായിരിക്കുന്നവരല്ലേ. പിണറായി വിജയത്തിൻ്റെ കീഴിൽ 10 വർഷം മന്ത്രിമാരായി ഇരുന്നവരല്ലേ CPI-യിലുള്ളത്. നേരിട്ടങ്ങോട്ട് സംസാരിക്കാമായിരുന്നുവല്ലോ. തീർച്ചയായിട്ടും സംസാരിക്കാമായിരുന്നു. അതിനുള്ള സാധ്യത കളഞ്ഞത് തീർച്ചയായിട്ടും അത് മുഖം നഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് പോകില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ സംശയം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ.